സോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗിവൺ എലിമെൻസിനെ റീഅറേഞ്ച് ചെയ്യുക. എങ്ങനെയാണ് റീഅറേഞ്ച് ചെയ്യേണ്ടത്? ഒന്നുകിൽ അസെൻഡിങ് ഓർഡറിൽ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ. അതായത് അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ സ്മോളസ്റ്റ് എലിമെൻറ്റിൽ നിന്നും ലാർജസ്റ്റ് എലിമെൻറ്റിലേക്ക് അറേഞ്ച് ചെയ്യുക. ഡിസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ ലാർജസ്റ്റ് എലിമെൻറ്റിൽ നിന്നും സ്മോളസ്റ്റ് എലിമെൻറ്റിലേക്ക് അറേഞ്ച് ചെയ്യുക. ഇതാണ് സോർട്ടിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ്. സോർട്ടിംഗ് ചെയ്യാൻ നമുക്ക് ഒത്തിരി അൽഗോരിതംസ് ഉണ്ട്. ബബിൾ സോർട്ട്, സെലക്ഷൻ സോർട്ട്, ഇൻസേർഷൻ സോർട്ട്, അങ്ങനെ ഒത്തിരി അൽഗോരിതം ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ ഒന്ന് രണ്ട് അൽഗോരിതം നമുക്ക് പഠിക്കാനുണ്ട്. അതിലാദ്യം പറയുന്ന അൽഗോരിതം ബബിൾ സോർട്ടാണ്. ബബിൾ സോർട്ടിൻ്റെ ബേസിക് ഐഡിയ എന്താണെന്ന് ഞാൻ പറയാം. ഫസ്റ്റ് നമ്മുടെ എലമെൻറ്റ്സ് അങ്ങനെ തന്നെ ഞാനൊന്നുകൂടെ എഴുതി. അപ്പോൾ ഇതാണ് നമ്മുടെ ഗിവൺ എലിമെൻറ്റ്സ്. ബബിൾ സോർട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ലെഫ്റ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ബിഗിനിങ്ങിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ ഞാൻ അസെൻഡിങ് ഓർഡറിലാണ് സോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് 2 പൊസിഷനും കൂടെ എടുക്കുന്നു, അതിനെ കമ്പയർ ചെയ്യുന്നു. കമ്പയർ ചെയ്യുന്നത് ഇത് രണ്ടും സോർട്ടഡ് ഓർഡറിലാണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ 8 ആണ് 4 ആണ്, അത് രണ്ടും സോർട്ടഡ് ഓർഡറിലാണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഇത് സോർട്ടഡ് ഓർഡറിലാണോ? അല്ല, നമ്മൾ അസെൻഡിങ് ഓർഡറാണ് ചെക്ക് ചെയ്യുന്നത്. അസെൻഡിങ് ഓർഡറിലാണ് നമുക്ക് സോർട്ട് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഇത് സോർട്ടഡ് ഓർഡറിലാണോ നോക്കുന്നു. അല്ല എങ്കിൽ ഇതിനെ പൊസിഷൻ എക്സ്ചേഞ്ച് ചെയ്യുന്നു. സോർട്ടഡ് ഓർഡറിലല്ല എങ്കിൽ പൊസിഷൻ എക്സ്ചേഞ്ച് ചെയ്യുന്നു. 4 ഇങ്ങോട്ട് വരും, 8 ഇങ്ങോട്ട് പോകും. 4 ഇങ്ങോട്ട് വന്നു, 8 ഇങ്ങോട്ട് വന്നു. ബാക്കിയെല്ലാം അതുപോലെ തന്നെ. അപ്പോൾ അറയിൽ ഇതിങ്ങനെ ചേഞ്ച് ചെയ്തു, 4 8 ചേഞ്ച് ചെയ്തു. അപ്പോൾ ബാക്കിയൊക്കെ അങ്ങനെ തന്നെ കിടപ്പുണ്ട്. 2 ഉണ്ട്, 7 13 5 6 അങ്ങനെ തന്നെ ഉണ്ട്. അപ്പോൾ ഇനി അടുത്ത എന്താണ് ചെയ്യേണ്ടത്? അടുത്തപ്പോൾ നമ്മൾ ആദ്യം നോക്കിയത് ഫസ്റ്റ് പൊസിഷന് സെക്കൻഡ് പൊസിഷൻ അല്ലെങ്കിൽ 0ഉം 1ഉം പൊസിഷൻസാണ് ചെക്ക് ചെയ്ത്. ഇനി നമ്മൾ നോക്കേണ്ടത്, അപ്പോൾ ഇത് രണ്ടും കഴിഞ്ഞിട്ടായിരിക്കണം അല്ലേ? ഇനി അടുത്ത 2 പൊസിഷൻസ് ഇതുപോലെ ചെക്ക് ചെയ്യുക. 8ഉം 19ഉം അത് സോർട്ടഡ് ഓർഡറിലാണ്, അസെൻഡിങ് ഓർഡറിൽ തന്നെയാണ്. അപ്പോൾ അതിൽ മാറ്റം വരുത്തണ്ട. ഇനി അടുത്തത്, അപ്പോൾ അവിടെ ഒരു ചേഞ്ചും ഇല്ല, അറേക്ക് ചേഞ്ചില്ല, അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ എഴുതിയില്ല. അടുത്ത ചേഞ്ച് ചെയ്യേണ്ടത് 19ഉം 2ഉം. അപ്പോൾ അത് സോർട്ടഡ് ഓർഡറിലല്ല. അപ്പോൾ എന്ത് വേണം? അതിനെ എക്സ്ചേഞ്ച് ചെയ്യണം. എക്സ്ചേഞ്ച് ചെയ്തു. 2 19, ഇപ്പുറത്തുള്ളത് അതുപോലെ തന്നെ വരും. 7 13 റൈറ്റ് സൈഡിലുള്ളതും അതുപോലെ തന്നെ വന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 19 കഴിഞ്ഞല്ലോ. ഇനി ചെയ്യേണ്ടത് ഇത് രണ്ടും. അപ്പോൾ നമ്മൾ പൊസിഷൻസാണ് നോക്കേണ്ടത്. ആദ്യം 0 1 1 2 2 3 പിന്നെ 3 4 അങ്ങനെ പോകണം. അപ്പോൾ 19ഉം 7ഉം നോക്കി, അതും സോർട്ടഡ് ഓർഡറിലല്ല. അപ്പോൾ എക്സ്ചേഞ്ച് ചെയ്യേണ്ടി വരും നമുക്കിവിടെ അല്ലേ? അപ്പോൾ എക്സ്ചേഞ്ച് ചെയ്തു. എങ്ങനെ? 7 19. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ഇനി അടുത്ത ഏതാണ്? ഇപ്പോൾ 7ഉം 19ഉമാണ് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്തത്, അതായത് കമ്പയർ ചെയ്തത്. ഇനി 19ഉം 13ഉം അതും സോർട്ടഡ് ഓർഡറിലല്ല. അപ്പോൾ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യേണ്ടി വരുന്നു. 30 90, ബാക്കി എല്ലാം സെയിം തന്നെയാണേ. ഇനി ഏതാ നോക്കേണ്ടത്? 19 5, അതും സോർട്ടഡ് ഓർഡറിലല്ല. അപ്പോൾ എല്ലാ എലിമെൻസിനെ നോക്കുന്നില്ല, ആ 2 എലിമെൻറ്റ്സ് മാത്രമേ നോക്കുന്നുള്ളൂ, ആ 2 പൊസിഷൻ മാത്രമേ നോക്കുന്നുള്ളൂ. അപ്പോൾ അടുത്തടുത്തുള്ള പൊസിഷൻസ് കമ്പയർ ചെയ്ത് ഇവിടെ വരെ എത്തി. ഇനി ഏതാ? 19ഉം 16ഉം നോക്കുക. അപ്പോൾ എങ്ങനെ? അതും സോർട്ടഡ് ഓർഡറിലല്ല, അതുകൊണ്ട് ഞാനതിനെ ഓർഡർ ചെയ്തു. ഇനി അടുത്ത 2 പൊസിഷൻ ഇല്ല, എല്ലാ പൊസിഷൻസും നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഇത് സോർട്ടഡ് ആണോ? സോർട്ടഡ് അല്ല. പക്ഷേ ഇതിൽ ഒരു പൊസിഷനിൽ മാത്രം കറക്റ്റ് പ്ലേസ്ഡ് ആയി. ഈ 19 ആണ് ലാർജസ്റ്റ് എലിമെൻറ്റ്, അതവിടെ പ്ലേസ്ഡ് ആയി, എൻ്റെ കറക്റ്റ് പ്ലേസിൽ പ്ലേസ്ഡ് ആയി. ഇതിത്രയും ഇപ്പോൾ കുറേ സ്റ്റെപ്സിൽ നമ്മൾ ചെയ്തില്ലേ, ഇതിനെ പാസ് 1 എന്നാണ് പറയുന്നത്. പാസ് 1 ഓക്കെ. അപ്പോൾ ഇത് കഴിഞ്ഞില്ല,
ഡിസൈഡ് ഔട്ട്പുട്ട് കിട്ടിയിട്ടില്ല. ഈ ഒരു പൊസിഷൻ മാത്രമേ കറക്റ്റ് പ്ലേസിലായുള്ളൂ. ഇനി ഏതാ ബാക്കിയെല്ലാം ചെയ്യാനുണ്ടല്ലോ, ഇതൊന്നും സോർട്ടഡ് ഓർഡറിലല്ല. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ലാസ്റ്റ് എലിമെൻറ്റിനെ ഇനി നോക്കണ്ട, ഇനി അതവിടെ ഇരുന്നോട്ടെ, അറയിൽ ആ എലിമെൻറ്റ് അവിടെ ഇരുന്നോട്ടെ, അതിലും ഒരു മാറ്റവും വരുത്തണ്ട. ബാക്കി പൊസിഷൻസ് കമ്പയർ ചെയ്യുക. അപ്പോൾ സെക്കൻഡ് പാസ് എന്ന് പറയുമ്പോൾ വീണ്ടും ഫസ്റ്റ് മുതൽ നോക്കുക. 4, 8 അത് സോർട്ടഡ് ഓർഡറിലാണ്, അപ്പോൾ മാറ്റമില്ല. ഇനി 8, 2 സോർട്ടഡ് ഓർഡറിലല്ല, അപ്പോൾ നമുക്ക് മാറ്റം വരും. എങ്ങനെ വരും? 2, 8, 4 അങ്ങനെ തന്നെ വരും. 7, 13, 5, 16, 19 അങ്ങനെ തന്നെ. അത് കഴിഞ്ഞു, അതിനെ മാറ്റി നിർത്തി. ഇനി അടുത്തത് ഏതൊക്കെയാണ് നോക്കേണ്ടത്? നമ്മളിപ്പോൾ 2, 8 ആണ് നോക്കിയത്. 8, 7 നോക്കണം അല്ലേ? 8, 7 നോക്കുമ്പോൾ അതും സോർട്ടഡ് ഓർഡറിലല്ല. 4, 2 അങ്ങനെ തന്നെ. ഇവിടെ 7, 8, 13, 5, 16, 19 അതിനെ മാറ്റി നിർത്തി. അത് കഴിഞ്ഞാൽ ഏതൊക്കെയാണ് നോക്കേണ്ടത്? നമ്മൾ 8, 7 ആണ് നോക്കിയത്, അത് 7, 8 ആയി. ഇനി 8, 13 നോക്കണം. അപ്പോൾ എങ്ങനെ? അത് സോർട്ടഡ് ഓർഡറിലാണ്, അപ്പോൾ അതിന് ചേഞ്ച് ഒന്നുമില്ല, 8, 13 തന്നെയാണ്. ഇനി അടുത്തത് 13, 5 നോക്കണം. സോർട്ടഡ് ഓർഡറിലല്ല, അപ്പോൾ 5, 13, ഈ 16, 19 അങ്ങനെ അതിൽ 19നെ മാറ്റി നിർത്തി. ഇവിടെ 8 തന്നെയാണ്, ഇവിടെ 7, 2, 4. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഇപ്പം ഏതൊക്കെയാണ് നോക്കി? 13, 5 ആണ് നമ്മൾ നോക്കിയത്. ഇനി 13, 16, 13, 16 അത് നോക്കണം. അപ്പോൾ അത് സോർട്ടഡ് ഓർഡറിലാണ്, മാറ്റമൊന്നുമില്ല. 16, 19 നോക്കണ്ട, അത് കഴിഞ്ഞു. 19ൻ്റെ കാര്യം കഴിഞ്ഞു, ലാസ്റ്റ് പൊസിഷൻ കഴിഞ്ഞു. ഫസ്റ്റ് പാസ് കഴിയുമ്പോൾ ലാസ്റ്റ് പൊസിഷൻ നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു, പിന്നെ അങ്ങോട്ട് നോക്കരുത്. അപ്പോൾ ഫസ്റ്റ് പാസ്സിൽ 0 മുതൽ ലാസ്റ്റ് n-1 വരെ കമ്പയർ ചെയ്യണം. ആൾട്ടർനേറ്റ് എന്താണ് നിയറസ്റ്റ് ലൊക്കേഷൻസ് കമ്പയർ ചെയ്ത് പോകണം. സെക്കൻഡ് പാസ്സിൽ ഒരു എലിമെൻറ്റ് ലെഫ്റ്റിലേക്ക് n-2 വരെ പോയാൽ മതി സെക്കൻഡ് പാസ്സിൽ. ഫസ്റ്റ് പാസ്സിൽ n-1 വരെ, സെക്കൻഡ് പാസ്സിൽ n-2 വരെ പോയാൽ മതി. ആ n എന്താണെന്നുള്ളത് മനസ്സിലായല്ലോ നിങ്ങൾക്ക്? ജനറൽ ആയിട്ടുള്ള കാര്യം അറിയാമല്ലോ. അതായത് ഇത് 0, 1, 2, 3, 4, 5, 6, 7 ഇവിടെ നമുക്ക് ടോട്ടൽ 8 എലിമെൻറ്റ്സ് ഉണ്ട്. അതിനെയാണ് ഞാൻ n എന്ന് പറഞ്ഞത്. അപ്പോൾ ഏതുവരെയാണ് കമ്പയർ ചെയ്യേണ്ടത്? 0 മുതൽ n-1 വരെയാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. 0, 1, 1, 2, 2, 3, 3, 4, 4, 5, 5, 6, 6, 7 അതായത് n-1 വരെ കമ്പയർ ചെയ്യണം ഫസ്റ്റ് പാസ്സിൽ. ഫസ്റ്റ് പാസ്സിൽ 0 മുതൽ n-1 വരെയാണ് കമ്പയർ ചെയ്യേണ്ടതെങ്കിൽ സെക്കൻഡ് പാസ്സിൽ നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് ഏത് മുതലെയാണ്? 0 മുതൽ n-2 വരെയാണ് കമ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് പാസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ സെക്കൻഡ് പാസ് കഴിയുമ്പോൾ ആ സെക്കൻഡ് ലാർജസ്റ്റ് എലിമെൻറ്റും അതിൻ്റെ കറക്റ്റ് പ്ലേസിലായി. ഇനി അതിനെ നോക്കണ്ട. ഇനി ഏതാണെന്ന് 4, 2, 7, 8, 5, 13 അത്രയും വരെ നോക്കിയാൽ മതി. അപ്പോൾ തേർഡ് പാസ് എങ്ങനെ എഴുതും? 4ഉം 2ഉം കൂടെ കമ്പയർ ചെയ്ത് തേർഡ് പാസ് എന്ന് പറയുമ്പോൾ നമുക്കിത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് എഴുതാം. 4, 2, 7, 8, 5, 13, 16, 19 ഇത് ഒന്നുകൂടെ എഴുതിയതിന് ശേഷം കറക്റ്റ് ചെയ്യുന്നതായിരിക്കും ശരി. അപ്പോൾ 4ഉം 2ഉം കൂടെ കമ്പയർ ചെയ്തു. 2, 4 എന്ന് എഴുതി. 7, 8, 5, 13, 16, 19 അങ്ങനെ തന്നെ അവിടെ പോയി. അത് കഴിഞ്ഞ് 4, 7 സോർട്ടഡ് ഓർഡറിലാണ്, 7, 8 സോർട്ടഡ് ഓർഡറിലാണ്, 8, 5 അല്ല. അപ്പോൾ 5, 8, 13 ബാക്കി അങ്ങനെ തന്നെ അവിടെ ഉണ്ട്. 16, 19 അവിടെ ഉണ്ട്. 2ഉം 4ഉം 7ഉം ഇവിടെ ഉണ്ട്. അപ്പം ഇപ്പോൾ നമ്മൾ നോക്കിയതൊക്കെയായിരുന്നു 8ഉം 5ഉം ആണല്ലേ. അപ്പോൾ അടുത്ത പാസിൽ ഈ 8ഉം 13ഉം കൂടെ നോക്കുക. ഈ പൊസിഷനാണ് നോക്കേണ്ടത്. ഇപ്പോൾ 2, 4, 7, 5 ഇതിൽ മാറ്റമൊന്നുമില്ല. 8, 13 സോർട്ടഡ് ഓർഡറിലാണ്. 8, 13, 16, 19 അപ്പോൾ ഇപ്പോൾ ഏതാണ്? ഇതാ ഈ പൊസിഷൻ കൂടെ ഫിക്സായി. അപ്പോൾ ഇത്രയും പൊസിഷൻസ് ഫിക്സായി. അപ്പോൾ ഇതേതാണ്? പാസ് 3 ആണ്. അപ്പോൾ ഇനി അപ്പോൾ പാസ് 3ൽ നമ്മൾ ഏതാ? മൂന്ന് പൊസിഷൻസ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്ത പാസിൽ നമുക്ക് എന്ത് വേണം? 2, 4 കമ്പയർ ചെയ്തു, അത് ഓക്കെയാണ്. 4, 7 കമ്പയർ ചെയ്തു, ഓക്കെയാണ്. 7, 5 കമ്പയർ ചെയ്തു, ഓക്കെ അല്ല. അപ്പോൾ ഞാനതിനെ ഓർഡർ ചെയ്തു. 13, 16, 19 ഉണ്ട് ഇവിടെ. 2ഉം 4ഉം ഇവിടെ ഉണ്ട്. ഇനി നമുക്ക് ഏതാണ്? ഇത് രണ്ടുമാണ് കമ്പയർ ചെയ്തത്. ഇനി അടുത്ത ഈ 2 പൊസിഷൻ കമ്പയർ ചെയ്യണം. അതും ഓർഡറിലാണ്. അപ്പോൾ ഇതിപ്പോൾ ഓർഡറിലാണ്, ഇതിൽ ഒരു ചേഞ്ചും ഇല്ല. ഓക്കെ, അപ്പോൾ ഇതിൽ ഏത് പൊസിഷനും കൂടെ ആയിരിക്കും ഓക്കെ ആയത്? ഇപ്പോൾ ഇതാ ഈ ഒരു പൊസിഷൻ കൂടെ ആയിരിക്കും ഓക്കെ ആയത്. ഇനി ഏതാ ഉള്ളത്? അപ്പോൾ ഇത് അടുത്ത പാസ്സാണ്. അപ്പോൾ ഇനി അടുത്ത
നെക്സ്റ്റ് പാസിൽ നമുക്ക് ഏതൊക്കെയാണ് വരണത് നോക്കാം. നമ്മുടെ സ്റ്റാർട്ടിൽ നിന്ന് 2, 4, 5, 7, 8, 13, 16, 19. അതിൽ 8 വരെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു.